എല്ലാവർക്കും സെക്യൂർ പി എസ് സിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻസിൽ പേപ്പർ 2 മൊഡ്യൂൾ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അതാണ് പഠിക്കാൻ പോകുന്നത്. 10 മാർക്സ് ആണ് ഇതിന് സിലബസിലുള്ളത്. അതായത് ഈ മൊഡ്യൂൾ 2 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? മാനേജ്മെന്റ് ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ്. മാനേജ്മെന്റിന്റെ ഡെഫിനിഷനും അതിന്റെ ഇമ്പോർട്ടൻസും ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അപ്പൊ നമുക്ക് ഈ മാനേജ്മെന്റിനെ കുറിച്ച് പല ഡെഫിനിഷൻസും ഉണ്ട് കേട്ടോ. അതായത് പല ആൾക്കാരും പല രീതിയിൽ മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം ഓൾമോസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് ആരാണ്, അങ്ങനെ ചിലപ്പോൾ നമുക്ക് മേ ബി ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് പേരുടെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം മേരി പാർക്കർ ഫോളറ്റ്. ഓക്കെ, മേരി പാർക്കർ ഫോളറ്റ് എന്താണ് പറഞ്ഞത്? മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പറഞ്ഞത് മേരി പാർക്കർ ഫോളറ്റ് ആണ്. അപ്പൊ അടുത്ത ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്ന ആരാണ്? ലോറൻസ് ആപ്ലെ കേട്ടോ. ലോറൻസ് ആപ്ലെയുടെ ഡെഫിനിഷൻ എന്താണ്? മാനേജ്മെന്റ് ഇസ് ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് റിസൾട്ട്സ് ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. പിന്നെ അടുത്തത് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ടു ഡിറ്റർമൈൻ ആൻഡ് അക്കംപ്ലിഷ് the objectives by the use of people and resources. ഇത് പറഞ്ഞത് ആരാണ്? ടെറി ജി. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്കൊരു ഗോൾ ഉണ്ടാവും. ആ ഗോള് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ? നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക, എഫേർട്സ് ഒക്കെ പീപ്പിൾസ് എഫേർട്സ് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഒരു റിസൾട്ടിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെന്റിന് ഡിഫറെന്റ് വ്യൂസ് ഉണ്ട്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ടേമിന് തന്നെ ഡിഫറെന്റ് വ്യൂസ് ആണ് ഉള്ളത്. നമ്മൾ മാനേജ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ എന്താ വരിക? ഒരു ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സിനെ ആയിരിക്കും ഓർമ്മ വരിക, അല്ലെ? അതായത് സ്കൂൾ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, അങ്ങനെ. അപ്പൊ ഫസ്റ്റ് മാനേജ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ കുറെ മാനേജേഴ്സിനെ ആയിരിക്കും ഓർമ്മ വരിക. അതൊരു മാനേജ്മെന്റ് ആണല്ലേ. അപ്പോ അടുത്തത് ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി എന്ന് പറയാം. ഞാൻ മാനേജ്മെന്റിന് പഠിക്കുക, ഞാൻ മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു പഠനമാണ്. സോ മാനേജ്മെന്റ് ഇസ് എ ഡിസിപ്ലിൻ. പിന്നെ നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് റിസോഴ്സ് ആണെന്ന് പറയാം. എന്താണ് എക്കണോമിക് റിസോഴ്സ്? നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ പോലെ തന്നെയുള്ള ഒരു എക്കണോമിക് റിസോഴ്സ് ആണ് മാനേജ്മെന്റ്. ഈ ലാൻഡിനെയും ഈ ലേബറിനെയും ക്യാപിറ്റലിനെയും ഇങ്ങനെയുള്ള എക്കണോമിക് റിസോഴ്സസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു എക്കണോമിക് റിസോഴ്സ് ആണ് മാനേജ്മെന്റ്. ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? മാനേജ്മെന്റ് ആണ്. പിന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണെന്നും പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ, മാനേജ്മെന്റ് ഇസ് എ പ്രോസസ്. അപ്പൊ ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് നോക്കാം. മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മാനേജ്മെന്റ് ഇസ് യൂണിവേഴ്സൽ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഓർ പെർവേസീവ് എന്ന് പറയും. അതായത് ഓൾ ഓവർ ദ വേൾഡ് എല്ലാ ഓർഗനൈസേഷൻസിലും, ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ മാനേജ്മെന്റ് ഉണ്ടാവും. സോ മാനേജ്മെന്റ് അത്രത്തോളം റെലവെന്റ് ആണ്. മാനേജ്മെന്റ് യൂണിവേഴ്സൽ ആണ്. സോ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ് മാനേജ്മെന്റ്. അടുത്തത് ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്, അല്ലെ?
കുറെ വർക്കേഴ്സ്, മാനേജേഴ്സ് എല്ലാം കൂടെ ഉള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതിനകത്ത് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ്. അടുത്തത് മാനേജ്മെന്റ് ഇസ് ഗോൾ ഓറിയന്റഡ്. അത് നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഒരു ഗോൾ ഉണ്ടാവും. ആ ഗോളിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് പ്രോസസ്. അതൊരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിസാസ്റ്ററോ എന്തെങ്കിലും ഫ്ലഡ് പോലെയുള്ള അങ്ങനെയുള്ള അൺഫോർസീൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവന്റ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും ഡിസിഷൻസും ഒക്കെ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോവിഡിന് മുന്നേ കൂടുതലും ആൾക്കാർ വർക്ക് ഫ്രം ഓഫീസ് ജോലികളായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ കോവിഡ് എന്ന സിറ്റുവേഷൻ വന്നപ്പം ഒരുപാട് ഓർഗനൈസേഷൻസ് വർക്ക് ഫ്രം ഹോം മോഡിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ സിറ്റുവേഷൻ വരുന്നതനുസരിച്ച് മാനേജേഴ്സിന് അവരുടെ പ്ലാൻസും അവരുടെ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിന്നെ മാനേജ്മെന്റ് ഇൻടാഞ്ചിബിൾ ആണെന്ന് പറയാം. മാനേജ്മെന്റ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഇൻടാഞ്ചിബിൾ ആണെന്ന് പറയുന്നത്? ഇൻടാഞ്ചിബിൾ മീൻസ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുണ്ടോയെന്ന് ചോദിച്ചാൽ അതുണ്ട് താനും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പ്രസൻസ്, അതായത് മാനേജ്മെന്റ് പ്രസൻസ്, ഇറ്റ് ക്യാൻ ബി ഫെൽറ്റ് എവ്രിവെയർ ഇൻ ദ വേൾഡ്. നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് പോകുമ്പോഴായാലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ പോകുമ്പോഴായാലും എല്ലാം ഒരു മാനേജ്മെന്റ് അവിടെ ഉണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലായാലും എന്താണ്, നമ്മൾ മാനേജ്മെന്റ് നടത്തുന്നുണ്ട് അല്ലേ? മാനേജ് ചെയ്യാതെ ഒരു കാര്യവും നടക്കില്ല, പ്രോപ്പറായിട്ട് നടക്കില്ല. സോ മാനേജ്മെന്റ് ഇൻടാഞ്ചിബിൾ ആണ്, പക്ഷെ ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് എവ്രിവെയർ ഇൻ ദ വേൾഡ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. Management is universal. Management is a group activity. Management is continuous process. It is a dynamic process, and it is goal oriented, and it is also intangible. So അതാണ് മാനേജ്മെന്റ് ഫീച്ചേഴ്സ്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാനേജ്മെന്റ് ഫങ്ഷൻസ് പഠിക്കാം. താങ്ക് യു.